വലിയൊരു പ്രതിസന്ധിയിലാണ്. ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന AI ഇംപാക്ട് സബ്മിറ്റ് 2026 നിന്ന് അദ്ദേഹം പിന്മാറിയിരിക്കുന്നു. എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം? അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട എപ്സ്റ്റീൻ ഫയലുകൾ ബിൽ ഗേറ്റ്സിനെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത്? ഈ വിവാദങ്ങൾക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ ആന്ധ്രാപ്രദേശ് സന്ദർശനം എന്തിനായിരുന്നു? നമുക്ക് നോക്കാം. ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വെച്ച് നടക്കുന്ന ഇന്ത്യ AI ഇംപാക്ട് സബ്മിറ്റ് 2026 ബിൽ ഗേറ്റ്സ് പങ്കെടുക്കുമെന്നും പ്രസംഗിക്കുമെന്നുമാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ അവസാന നിമിഷം അദ്ദേഹം പിന്മാറുകയായിരുന്നു. മറ്റ് വിവാദങ്ങൾ കാരണം മീറ്റിംഗിന്റെ ലക്ഷ്യം മാറിപ്പോകാതിരിക്കാനാണ് അദ്ദേഹം വരാത്തതെന്നാണ് ഗേറ്റ്സ് ഫൗണ്ടേഷൻ പറയുന്നത്. അതായത് അദ്ദേഹം വന്നാൽ എല്ലാവരും ഈ പുതിയ വിവാദങ്ങളെക്കുറിച്ച് ചോദിക്കുമെന്ന് ഭയന്നാണ് പിന്മാറ്റമെന്നാണ് വിവരം. പകരം ബിൽ ഗേറ്റ്സ് ഫൗണ്ടേഷൻ പ്രതിനിധിയായ അങ്കുർ വോറയാണ് സബ്മിറ്റിൽ പങ്കെടുത്തത്. ലൈംഗിക കുറ്റവാളിയായിരുന്ന ജെഫ്രി എപ്സ്റ്റീന്റെ ഡയറി കുറിപ്പുകളും ഇമെയിലുകളും അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ടതിന് പിന്നാലെയാണ് വിവാദങ്ങൾ ഉയർന്നത്. ഇതിൽ ബിൽ ഗേറ്റ്സിനെ കുറിച്ച് ഞെട്ടിക്കുന്ന പരാമർശങ്ങളുണ്ട്. 2013 എപ്സ്റ്റീൻ അയച്ച ഇമെയിലുകളിൽ ബിൽ ഗേറ്റ്സിന്റെ റഷ്യൻ യുവതികളുമായും വിവാഹിതരായ സ്ത്രീകളുമായും അവിഹിത ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അവകാശപ്പെടുന്നു. ഗേറ്റ്സിന് മയക്കുമരുന്ന് എത്തിച്ചു നൽകാൻ താൻ സഹായിച്ചുവെന്നും എപ്സ്റ്റീൻ ഇതിൽ കുറിച്ചിട്ടുണ്ട്. തന്റെ ഫൗണ്ടേഷനുമായി ചേർന്ന് ബിസിനസ് ചെയ്യാൻ ഗേറ്റ്സ് തയ്യാറാവാത്തതിൽ എപ്സ്റ്റീൻ പ്രകോപിതനായിരുന്നു. ഈ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞ് അദ്ദേഹം ഗേറ്റ്സിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം ബിൽ ഗേറ്റ്സ് തള്ളിക്കളഞ്ഞിരുന്നു. ഇത് തികച്ചും അസംബന്ധവും നുണയുമാണെന്നും തന്നെ കൊടുക്കാൻ വേണ്ടി എപ്സ്റ്റീൻ ഉണ്ടാക്കിയ കള്ളക്കഥകളാണിതെന്നുമാണ് ഗേറ്റ്സിന്റെ വാദം. എപ്സ്റ്റീനുമായുള്ള ബന്ധം തന്റെ ജീവിതത്തിലെ വലിയൊരു തെറ്റായിരുന്നു എന്ന് ഗേറ്റ്സ് മുമ്പ് സമ്മതിച്ചിട്ടുണ്ട്. മെലിൻഡ ഗേറ്റ്സുമായുള്ള അദ്ദേഹത്തിന്റെ വിവാഹമോചനത്തിന് ഒരു പ്രധാന കാരണം എപ്സ്റ്റീനുമായുള്ള ഈ ബന്ധമായിരുന്നു എന്നും വാർത്തകളുണ്ട്. എന്നാൽ ഈ വിവാദങ്ങൾക്കിടയിൽ ബിൽ ഗേറ്റ്സ് ഈ ആഴ്ച ഇന്ത്യയിൽ എത്തിയിരുന്നു. ആന്ധ്രാപ്രദേശിലെ ഗണ്ണവാരം വിമാനത്താവളത്തിൽ ഇറങ്ങിയ അദ്ദേഹത്തെ മന്ത്രി നാരാ ലോകേഷ് ആണ് സ്വീകരിച്ചത്. മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ചയും നടത്തി. എന്നാൽ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയർന്നത്. പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ആളുകൾ ഉയർത്തിക്കാട്ടുന്നത്. സദാചാരപരമായ ആരോപണങ്ങൾ നേരിടുന്ന ഒരാളെ ഔദ്യോഗികമായി സ്വീകരിക്കുന്നത് ശരിയല്ലെന്നാണ് ആളുകളുടെ അഭിപ്രായം. കൂടാതെ ഗേറ്റ്സ് ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളെ പരീക്ഷണ വസ്തുക്കളാക്കി മാറ്റുന്നു എന്ന പഴയകാല ആരോപണങ്ങളും വീണ്ടും സജീവമായി. ചുരുക്കത്തിൽ വെറുമൊരു ലൈംഗിക കുറ്റകൃത്യത്തിന്റെ കഥയല്ല എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവിടുന്നത്, മറിച്ച് ലോകത്തെ നിയന്ത്രിക്കുന്ന വൻ ശക്തികൾക്കും കോടീശ്വരന്മാർക്കും ഇടയിലുള്ള ഇരുണ്ട ബന്ധങ്ങളുടെ തെളിവുകളാണിത്. ബിൽ ഗേറ്റ്സിനെ പോലെയുള്ള പ്രമുഖർക്ക് പോലും ഈ വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നില്ല എന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഒരു വശത്ത് ലോകത്തെ സഹായിക്കാൻ ശ്രമിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തകൻ, മറുവശത്ത് വിവാദങ്ങളിൽ കുടുങ്ങിയ വ്യക്തിത്വം. ഇതാണ് ഇന്നത്തെ ബിൽ ഗേറ്റ്സ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വികസന ലക്ഷ്യങ്ങളിൽ ഗേറ്റ്സ് ഫൗണ്ടേഷന്റെ സഹകരണം തുടരുമെന്ന് അവർ ഉറപ്പു നൽകിയിട്ടുണ്ട്. അമേരിക്കൻ നീതിപീഠം പുറത്തുവിടുന്ന ഓരോ പുതിയ ഇമെയിലും ഓരോ പുതിയ പേരും ലോക നേതാക്കളുടെ ഉറക്കം കെടുത്തുകയാണ്. അധികാരവും പണവും ഉപയോഗിച്ച് എന്തും മറച്ചുവെക്കാമെന്ന വിശ്വാസത്തിനേറ്റ വലിയൊരു തിരിച്ചടി തന്നെയാണിത്.